ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്കും മെജോറിറ്റി ഓഫ് ദ ഇന്ത്യൻ പോപ്പുലേഷന്റെ മൈൻഡിൽ ഫസ്റ്റ് വരുന്ന ഒരു ഓപ്ഷൻ തായ്ലൻഡ് തന്നെ ആയിരിക്കും. എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ തന്നെയായിരുന്നു തായ്ലൻഡ്. കുറെ കാലമായിട്ട് ആലോചിച്ച് എങ്ങനെ പോകണം എന്നുള്ള കൺഫ്യൂഷന് ശേഷം ഫൈനലി ഞാൻ ഒരു പാക്കേജും എടുക്കാതെ സെൽഫായിട്ട് തന്നെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷനിൽ വന്നെത്തി. ഓവറോൾ ഐറ്റ്നറി ആൻഡ് എക്സ്പെൻസ് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ടോട്ടൽ 7 ഡേയ്സ് ആണ് ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. ഈ 7 ഡേയ്സിൽ ബാങ്കോക്ക്, പട്ടായ, ഫുക്കറ്റ്, ക്രാബി എന്നിങ്ങനെ 4 സ്ഥലങ്ങളാണ് കവർ ചെയ്യുന്നത്. അപ്പൊ പാക്കേജ് ഒന്നും എടുക്കാതെ തായ്ലൻഡിലേക്ക് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബാങ്കോക്ക് ആണ്. സോ ഈ വീഡിയോയിൽ ബാങ്കോക്ക് ആയിരിക്കും കവർ ചെയ്യുന്നത്. തലേ ദിവസം രാത്രി 11:10 കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത തായ് എയർ ഏഷ്യ രാവിലെ 4:40 DMK എയർപോർട്ട് എത്തി. എയർപോർട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ 7-Eleven കയറി ഫുഡ് കഴിച്ചു. തായ്ലൻഡിലെ 7-Eleven ശരിക്കും പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലി ഫുഡ് ഓപ്ഷനാണ്. അങ്ങനെ ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ക്യാബ് എടുത്ത് നേരെ ഹോട്ടലിലേക്ക് വിട്ടു. ഫ്ലൈറ്റ് ആൻഡ് സ്റ്റേസ് ഒക്കെ നാട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേ എടുത്തത് അത്യാവശ്യം ആക്സസിബിലിറ്റിയും ഹാപ്പനിങ്ങും ആയിട്ടുള്ള ഫ്രാൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലായിരുന്നു. പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി കണ്ടൊന്ന് ടെൻസ്ഡ് ആയെങ്കിലും അകത്തേക്ക് കയറി ആംബിയൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു സമാധാനമായി. ഫുൾ ഫോറിനേഴ്സും മ്യൂസിക് ഒക്കെ ആയി നല്ലൊരു കഫേ വൈബാണ് ഇവിടെ. 2 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. നേരത്തെ എത്തുവാണെങ്കിൽ തായ്ലൻഡിലെ ഒരുവിധം എല്ലാ ഹോട്ടലിലും ലഗേജ് കീപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി കാണും. അങ്ങനെ അവിടുന്ന് തന്നെ ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഹോട്ടലിനോട് ചേർന്ന് തന്നെ കുറെ കഫേസ് ഉണ്ടായിരുന്നു. ടോട്ടൽ 4 ഡെസ്റ്റിനേഷൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ഫ്ലെക്സിബിൾ പ്ലാൻ ആയിരുന്നു ഉണ്ടാക്കിയത്. റഷ് ഇല്ലാതെ പതിയെ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി. എൻ്റെ ഐറ്റ്നറി വെച്ചിട്ട് കുറച്ച് നിയർ ബൈ സ്പോട്സ് ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് സ്പോട്ടായ ഗ്രാൻഡ് പാലസിലേക്ക് നടക്കാൻ തുടങ്ങി. നടക്കുന്നതിനിടയിൽ ഒരു തായ് സ്ട്രേഞ്ചറിനെ മീറ്റ് ചെയ്തപ്പോഴാണ് ഗ്രാൻഡ് പാലസിൽ 11 മണി വരെ പ്രയർ നടക്കുന്ന കാര്യം അറിഞ്ഞത്. ഓഗസ്റ്റ് 11 എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തായ്ലൻഡിൽ പോകാൻ നിന്നപ്പോഴാണ് അറിയുന്നത് ഓഗസ്റ്റ് 12 ക്വീൻ്റെ ബർത്ത്ഡേ. അതിൻ്റെ പാട്ടായിട്ട് എല്ലായിടവും സെലിബ്രേഷൻസും പ്രേയേഴ്സും ഒക്കെ നടക്കുകയാണ്. എയർപോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ വഴിയിലെല്ലാം ക്വീൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 11 പട്ടായയിൽ വെച്ച് പ്ലാൻ ചെയ്ത ബർത്ത്ഡേ സെലിബ്രേഷൻ തായ്ലൻഡുകാർ നേരത്തെ തന്നെ തുടങ്ങിയത് കണ്ട് ഞാൻ ഹാപ്പിയായി. സമയം ഇപ്പോൾ 9 മണിയായിട്ടേ ഉള്ളൂ. എങ്കിൽ പിന്നെ ബോട്ടിങ്ങിന് പോയിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റും കണ്ട് തിരിച്ചു വരാമെന്നുള്ള പ്ലാനിൽ ഒരു ടുക്ടൊക്കെ എടുത്ത് ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പോട്ടിലേക്ക് വിട്ടു. ബോട്ടിങ്ങിന് വന്ന് വെള്ളത്തിന്റെ കളർ കണ്ടപ്പോഴേക്കും എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ എന്നൊരു തോട്ട് എന്നെ ഹിറ്റ് ചെയ്തു. ഈ ചെളിവെള്ളത്തിൽ കൂടി ഇപ്പൊ എങ്ങനാ ബോട്ടിങ്ങിന് പോകുന്നതെന്നായി. ഞങ്ങൾ 1 hour പാക്കേജ് ആണ് എടുത്തേക്കുന്നത്. ഒരാൾക്ക് 1000 ബാത്ത്, അതായത് നാട്ടിലെ 2000 രൂപ. ബാർഗെയിൻ ചെയ്തപ്പോഴത്തേക്ക് ഒരാൾക്ക് 900 ബാത്ത് വെച്ച് കിട്ടി. ഈ 1 hour ഫ്ലോട്ടിംഗ് മാർക്കറ്റും ബുദ്ധ ടെമ്പിളും കവർ ചെയ്ത് ഫൈനലി വന്ന് നിൽക്കുന്നത് വാട്ടറിലാണ്. ഈ ബോട്ടിൽ കുറച്ച് ഫോറിനേഴ്സ് മാത്രമാണ് ഉള്ളത്. 6-7 ആൾക്കാരെ കൊണ്ട് ബോട്ട് അങ്ങനെ പോകുന്നുണ്ട്. തായ്ലൻഡിലെ ഒരു ഓവറോൾ വ്യൂവും ബിൽഡിങ്സും ഒക്കെ നമുക്ക് ഈ ബോട്ടിൽ നിന്ന് കാണാൻ പറ്റും. ബോട്ട് എടുത്ത് നേരെ പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. വെള്ളത്തിന്റെ മുകളിൽ കുറെ ചെറുതും വലുതുമായുള്ള വീടുകളും പല ടൈപ്പ് കൺസ്ട്രക്ഷൻസും കാണാം. കുറച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോഴേക്കും വീട് മാറി ടെമ്പിൾസും ഷോപ്സും ഒക്കെ വരാൻ തുടങ്ങി. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എത്തുമ്പോഴേക്കും കുറെ ഷോപ്സ് ഒക്കെ കാണാൻ പറ്റും. ഈ വെള്ളത്തിന് മുകളിൽ ഇവരെങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയൊക്കെ സെറ്റ് ചെയ്തെന്ന് നമ്മൾ ചിന്തിച്ചു പോയി. ഇത് കൂടാതെ ചെറിയ ബോട്ടുകളിൽ ആൾക്കാർ ജ്യൂസും ഫുഡ് ഐറ്റംസും ഒക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു.
ഈ വെള്ളം ഇങ്ങനെ കിടക്കുവാണെങ്കിലും ഇതിൽ ഒരുപാട് വലിയ മീനുകളുണ്ട്. ഒരു സൈഡില് ബോട്ടിലും അല്ലാതെയായ ആൾക്കാര് മീനിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഈ ഫുഡ് കൊടുക്കുമ്പോൾ മീനുകളെല്ലാം അങ്ങോട്ടേക്ക് എത്തും. അപ്പോഴാണ് ഇത്രയും മീനുകൾ ഈ വെള്ളത്തിലുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. വെള്ളം ഈ കളർ ആയതുകൊണ്ട് വിസിബിലിറ്റി നല്ല കുറവാണ്. അത് കാരണം മീനുകളെ ഒന്നും പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഒരു എൻഡ് ആയപ്പോഴേക്കും ബോട്ട് അടുപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും തിരിച്ചെത്താൻ പറഞ്ഞു. ഈ ടൈമിൽ നമുക്ക് ഷോപ്പിങ്ങോ ഫുഡോ എന്തെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ അങ്ങനെ അധികം ഷോപ്സ് ഒന്നും കണ്ടില്ല. ഫുഡ്, ജ്യൂസ്, പിന്നെ കുറച്ച് ഡ്രസ് ഷോപ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അതിന്റെ അറ്റം വരെ കുറച്ച് നടന്നിട്ട് പറഞ്ഞ ടൈമിൽ തിരിച്ചെത്തി. പിന്നെ ബോട്ടിന്റെ നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്നത് വാട്ട് പക്ന ആണ്. ഇവിടെ കാണാനുള്ളത് ഒരു ടെമ്പിളും പിന്നെ ബുദ്ധിയുടെ വലിയൊരു സ്റ്റാച്ചു ആണ്. ടെമ്പിളിന്റെ അകത്തേക്ക് കയറിയപ്പോഴേക്കും എന്തൊക്കെയോ ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം നോക്കി നിന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. രാവിലെ ബാങ്കോക്ക് എത്തിയിടം തൊട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് അമ്പലങ്ങളാണ്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു ഗാർഡൻ പോലുള്ള ഒരു ഏരിയ കാണാം. ആൾക്കാരെല്ലാം ആ സ്പേസിൽ വന്നിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടുന്ന് നടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ബുദ്ധയുടെ സ്റ്റാച്ചു കാണാം. കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, പകുതി കവർ ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ ബോട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റും വാട്ട് പക്നവും ബിഗ് ബുദ്ധയും കഴിഞ്ഞ് ലാസ്റ്റ് സ്പോട്ടായ വോട്ടാരനിലെത്തി. നട്ടുച്ചയായിട്ടും വോട്ടാരൻ നല്ല ക്രൗഡഡ് ആണ്. ഇവിടെ നമുക്ക് അകത്തേക്ക് കയറാൻ എൻട്രി ചാർജ് ഉണ്ട്. 400 ബാത്താണ് ഒരാൾക്ക്. കയ്യിലൊരു സ്റ്റാമ്പും അടിച്ച് ഒരു ബോട്ടിൽ വെള്ളവും തന്ന് അകത്തേക്ക് വിടും. ആ എൻട്രൻസിൽ നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത്. ക്ലൗഡ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ബിൽഡിംഗ് നല്ല തലയെടുപ്പോടെയാണ് നിൽക്കുന്നത്. ബട്ട് ഈ ലൊക്കേഷൻ ഞാൻ അധികം സജസ്റ്റ് ചെയ്യില്ല. ആർക്കിടെക്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. ഈ ടെമ്പിളിന്റെ പ്രത്യേകത ഇതിന്റെ ഡെക്കറേഷൻസ് ഫുള്ള് ചെയ്തേക്കുന്നത് സെറാമിക് മെറ്റീരിയലാണ്. നല്ല നട്ടുച്ച ആയതുകൊണ്ടും വെയിലൊട്ടും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടും വളരെ ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഒന്ന് ചുറ്റി കണ്ടിട്ട് ഇറങ്ങി. അങ്ങോട്ടേക്ക് പോയത് വലിയ വിഷയമല്ലായിരുന്നെങ്കിലും തിരിച്ച് നമ്മുടെ സ്റ്റേയുടെ അടുത്തേക്ക് എത്തിയത് ഒരു ടാസ്ക് ആയിരുന്നു. ലോക്കൽസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കുറച്ച് ചലഞ്ചിങ് ആണ്. തായ്ലൻഡിലെ ഹോട്ടൽസിലെ റിസപ്ഷനിസ്റ്റിനും ഒക്കെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. ബട്ട് ക്യാബ് ഡ്രൈവേഴ്സിനും ലോക്കൽസിനും ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് കഷ്ടപ്പെടും. അങ്ങനെ ചെക്കിനും കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ഈവനിങ് ആയപ്പോൾ നൈസിന് ഖാവസൺ റോഡിലേക്ക് ഇറങ്ങി. ഇവിടുന്ന് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഈ ഒരു ഐറ്റം ആണ്. ഇതൊരു ഡെസേർട്ടാണ്, റൊട്ടി എന്നാണ് പറയുന്നത്. ഇതിന്റെ കുറെ ഫ്ലേവേഴ്സ് ഉണ്ട്. ഞാൻ ന്യൂട്ടല്ല ബനാന ഫ്ലേവർ ആണ് പറഞ്ഞത്. ഫില്ലിംഗ് ആയിട്ട് ബനാന വെച്ചിട്ട് അതിന്റെ പുറത്ത് ന്യൂട്ടല്ല സ്പ്രെഡ് ചെയ്ത് കട്ട് ചെയ്ത് തരും. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല, നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റ് തന്നെ. പിന്നെ തായ്ലൻഡ് വീഡിയോസിൽ കാണാറുള്ള നമ്മുടെ മെയിൻ ഐറ്റം, ഇതിപ്പോ ക്രോക്കഡൈലിന്റെ മീറ്റ് ആണ് വെച്ചേക്കുന്നത്. ഇതെന്റെ ഏരിയ അല്ലാത്തതുകൊണ്ട് ഫുഡ് പോയ്സൺ എങ്ങനെ വരണമെന്ന് നോക്കിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഏരിയയിലേക്ക് പോയില്ല.
പിന്നെ അങ്ങോട്ടേക്ക് ഫുൾ ഉള്ളത് ഷോപ്സ് ആൻഡ് ബാർ ആണ്. ബാറിന്റെയും ഫ്രണ്ടിൽ മെനുവുമായി ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ അത്രയാണ് ബാങ്കോക്ക് ഡേ 1. നെക്സ്റ്റ് ഡേ പട്ടായക്ക് പോവാണ്. അത് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.